ശ്രീ ജോസഫ് വാഴക്കൻ, ഇതിപ്പോൾ ചൈത്ര തെരേസ ജോണിനെ താൽക്കാലിക ചുമതലയായിരുന്നല്ലോ, ആ ചുമതലയിൽ നിന്ന് മാറ്റി വീണ്ടും വിമൻ സെല്ലിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് പോരാ, നടപടി എന്തായാലും വേണമെന്ന നിലപാടിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും തുടരെ പ്രതികരണങ്ങൾ വരികയാണ്. സർക്കാരിന് മുകളിൽ പറക്കണ്ട എന്നായിരുന്നു അന്ന് കോടിയേരി പറഞ്ഞത്, ഇന്നിപ്പോൾ നിയമത്തിന് മുകളിൽ പറക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ പറന്ന മറ്റു ചിലരെ കൂടി അല്പസമയത്തിനകം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്, അതിലേക്ക് വരാം. ഏതായാലും ഈ കേസിൽ നിയമത്തിന് മുകളിൽ പറക്കുകയാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്? ശ്രീ ജോസഫ് വാഴക്കൻ. ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി പിന്നെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതി ഇവരെ കണ്ടുപഠിക്കേണ്ടതാണ്, ഈ മാർക്സിസ്റ്റുകാരെയും ഡിവൈഎഫ്ഐക്കാരെയും ഒക്കെ. ഈ കേസിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വിശ്വസ്തരായ രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് മനോജ് അബ്രഹാം IG-യും ADGP-യും അതുപോലെ തന്നെ DGP ലോക്നാഥ് ബെഹ്റയും. എത്രയോ അതിക്രമങ്ങൾ അവർ ഈ നാട്ടിലെല്ലാവരോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിന് വേണ്ടി. പിണറായി വിജയൻ എന്ത് പറഞ്ഞോ ആ പറയുന്നത് അതിനപ്പുറത്തൊന്നും ചെയ്യാത്ത ആളുകളാണ്. അവരിങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കണം എങ്കിൽ അവരെത്രമാത്രം നോക്കിക്കാണും ഇതിനൊന്ന് കൊടുക്കാൻ. അത് രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായതുകൊണ്ടല്ലേ, ഒരു കാരണവശാലും ഇവരെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവരൊരു റിപ്പോർട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ലോക്നാഥ് ബെഹ്റ പിണറായി വിജയൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നടപടികളെ കുറിച്ച് പരിശോധിച്ചാൽ ഒരു കാരണവശാലും ചെയ്യില്ല. ഇതിനകത്ത് എന്താ ഈ പറയുന്നത്, ഇപ്പോൾ പറയുന്ന ആ കേസ് ഇപ്പോൾ എത്രമാത്രമായി പോക്സോ കേസിൽ പ്രതികളായിരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അവരിപ്പോൾ വേറെ കേസിലാണ് ഇപ്പോൾ പിടിച്ചെന്നിരിക്കുന്നത്. രണ്ടുപേരും അതെ അണമുഖം സ്വദേശികളാണ്, അവിടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ അയൽവക്കംകാരാണ്, കടകംപള്ളി പഞ്ചായത്തിൽപ്പെട്ട. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അവിടെ ചെന്നു, പോലീസ് സ്റ്റേഷൻ അവിടെ കൂട്ടമായി ചെല്ലുന്നു, ASIയുടെ പെടലിക്ക് പിടിക്കുന്ന അടിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുള്ളൂ. ASIയുമായി വാക്കേറ്റമുണ്ടായി എന്നാണ് പറഞ്ഞത്. അടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവരുടെ സ്വഭാവമായിട്ട് അടിയും കൊടുത്ത് കാണും സ്റ്റേഷൻ. കാരണം അവരുടെ തറവാട്ട് സ്വത്താണ് ഈ പോലീസ് സ്റ്റേഷൻ എന്നൊരു ധാരണമല്ലാതെയുള്ള ആളുകളായതുകൊണ്ട്. ഏതായാലും അതിക്രമങ്ങൾ അതുപോലെ നടന്നതിനെ തുടർന്ന് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് SP വിവരം കൊടുക്കുന്നു. SP ജോസഫ് വാഴക്കൻ, ട്രാഫിക് പോലീസുകാരെ ആക്രമിച്ച മറ്റൊരു സംഭവമുണ്ടല്ലോ, ഒരു പോലീസുകാരൻ ശരത് ഗുരുതരമായി പരിക്കേറ്റപ്പോൾ നിയമമന്ത്രി അല്ല ആ ചെറുപ്പക്കാരന് ആ നസീം എന്ന് പറയുന്ന SFI നേതാവ് മന്ത്രി AK ബാലൻ നിയമവകുപ്പ് മന്ത്രിയുടെ കൂടെയാണല്ലോ കഴിഞ്ഞ ദിവസം ഏതോ പരിപാടി പങ്കെടുക്കുന്നത് കണ്ടത്. ഒരു കുഴപ്പവുമില്ല. മാത്രമല്ല അത് അന്വേഷിക്കാനിരുന്ന ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അപ്പോൾ അവരെല്ലാം മാറ്റിയത് മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ബാക്കി അടി കൊണ്ട പോലീസാണെന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ പറഞ്ഞാൽ താൻ സർവീസിൽ കാണില്ലെന്ന് അവരെ പാർട്ടി നേതാക്കന്മാർ വരട്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവരുടെ അസോസിയേഷൻ ഉണ്ടല്ലോ, ആ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവർ, അല്ലാണ്ട് പോലീസുകാരെ സംരക്ഷിക്കാനുള്ളതാണ്. പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് തൊപ്പിയും വെച്ചൊക്കെ നാണമില്ലല്ലോ അവരൊക്കെ പോലീസുകാർ സ്വന്തം സഹപ്രവർത്തകരെ പാർട്ടിക്കാരടിച്ചാൽ അടി കൊള്ളുന്നവൻ അടി കൊണ്ടിട്ട് പൊക്കോണം എന്നുള്ള നിലപാടാണ് കേരളത്തിലെ പോലീസ് അസോസിയേഷനുള്ളത്. ആ നിലയിലാണ് അവിടുത്തെ ആ വിഷയം നടന്നത്. ഇവിടെ ഈ വിഷയത്തിൽ ഇതുപോലെ അന്വേഷണം ഇതുപോലെ ഉണ്ടായ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ നേരെ കല്ലേറ് നടത്തിയെന്ന് അറിഞ്ഞപ്പോൾ SP പിന്നെ എന്താ ചെയ്യേണ്ടത്? SP ഉടനെ തന്നെ SP നേരിട്ട് ആക്ഷൻ നടത്തിയല്ലേ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ നേരെ കല്ലേറ് നടന്നിരിക്കുന്നത്. SP അവിടെ ചെല്ലുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരുടെ വീട്ടിൽ പോകുന്നു, ബാക്കി ഷാഡോ പോലീസിനെ നിയോഗിക്കുന്നു, അവരിൽ നിന്ന് രഹസ്യ വിവരം കിട്ടുന്നു ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ ഈ പ്രതികൾ ഉണ്ട് എന്ന്. മറ്റൊരു വിചിത്രവാദം കൂടി, അതായത് ഈ ചൈത്ര തെരേസ ജോണിന് താൽക്കാലിക ചുമതലയായിരുന്നല്ലോ, താൽക്കാലിക ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന സന്ദേശമാണെന്ന് അദ്ദേഹം നൽകിയിരിക്കുന്നത്. താൽക്കാലിക ചുമതലയുള്ളവർ എന്തിനാണ് പ്രതിയെ പിടിക്കാൻ പോകുന്നതെന്ന്? താൽക്കാലിക ചുമതല എന്നാൽ കസേരയിൽ ഇരിക്കുക എന്നത് മാത്രമാണോ അർത്ഥം? അല്ല, താൽക്കാലിക ചുമതലയുള്ള പിന്നെ SPയുടെ ചുമതലയുള്ള ഒരാൾ പിന്നെ ആ സമയത്ത് അവിടെ ബോംബ് പൊട്ടിയാലും ആ നാട് കത്തിയെരിഞ്ഞാലും അനങ്ങാതെ അവിടെ ഇരുന്നോണമെന്നാണ്. ഇങ്ങനെയാണ് പിന്നെ എന്തിനാണ് ചുമതല കൊടുക്കുന്നത്? ഇതൊക്കെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞാൻ പറയാറുണ്ട്, കോടിയേരി ബാലകൃഷ്ണനെ അടുത്ത കാലത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ തന്നെ ഒരുപാട് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. ഒരാൾക്ക് താൽക്കാലികമായ ചുമതല 1 മണിക്കൂറല്ല, ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ കൊടുത്താൽ ആ മണിക്കൂറിൽ ആക്ട് ചെയ്തിരിക്കണം. അതിനാണല്ലോ ചുമതല കൊടുക്കുന്നത്. ഒരു ആക്ഷൻ നടക്കേണ്ട സമയത്ത് ഇന്നയാളാണ് അവിടെ ചുമതല എന്ന് മുകളിൽ നിന്ന് ഉത്തരവ് വന്നാൽ ആ ചുമതല അവിടെ നിർവഹിച്ചിരിക്കണം. ഇവിടെ സംഭവിച്ചത് SP പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലെ CI അത് അന്വേഷിക്കാൻ പോലും കൂട്ടത്തിൽ വരാൻ പറഞ്ഞ് റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞ് ചെയ്യാൻ തയ്യാറായില്ല. ഉടനെ തന്നെ മറ്റ് പോലീസുകാരെ വിവരം അറിയിച്ചു.
ഇത് അവരവിടെ 5 മിനിറ്റ് മാത്രമേ അവിടെ നിന്നുള്ളൂ എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഓഫീസിലേക്ക് കടന്ന ഉടനെ തന്നെ ADGPയുടെ അവിടെ നിന്ന് ഫോൺ വന്നു നേരെ തിരിച്ചു പോരാൻ. അനുസരണയുള്ളൊരു ഓഫീസുകാരായതുകൊണ്ട് അവർ ഉടനെ തന്നെ നേരെ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇവർ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഈ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരുടെ ഫോൺ പരിശോധിക്കണമെന്ന്. പക്ഷേ ADGP DGP പറഞ്ഞു അതൊന്നും പരിശോധിക്കേണ്ട, കാരണം അത് പരിശോധിക്കാൻ പോയാൽ സഖാക്കന്മാരായിട്ടുള്ള ഈ പോലീസുകാരെല്ലാവരും കൂടെ കുടുങ്ങിപ്പോവുമല്ലോ, കാരണം അത് പരിശോധിക്കണ്ട. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാടകമായി. ഇവിടെ ഇവർ പറയുന്നുണ്ടല്ലോ, ഇവിടെ നെടുമങ്ങാട് അവിടെ പോലീസ് സ്റ്റേഷന് നേരെ അവിടെ എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, പടക്കം എറിയോ വേണ്ട ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ RSSകാരെ പിടിക്കാൻ ലുക്കൗട്ട് നോട്ടീസുണ്ട്, BJPക്കാരനെ പിടിക്കാൻ ലുക്കൗട്ട് നോട്ടീസ്, അവൻ്റെ സ്വത്ത് കണ്ടുകെട്ടുന്നു. എത്ര വലിയ നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടത്തണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പക്ഷെ അത് ഇവിടെ രണ്ടിടത്ത് രണ്ട് നീതി പാടില്ല. അവിടെ നടത്തുന്നത് പോലെ തന്നെ അവിടെ നടത്തണം, പ്രതിയെ പിടിക്കണം, ഇല്ല എങ്കിൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം, എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടണം. ഇതൊക്കെ നടത്തണം, യാതൊരു സംശയവും ഇല്ല. അത് തന്നെ ഇവിടെയും നടത്തണം. അല്ലാതെ രണ്ട് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേരളത്തിലെ ഈ ക്രമസമാധാന പാലനം ഈ സർക്കാർ പരാജയപ്പെട്ടുവെന്നും രാഷ്ട്രീയമായി മാർക്സിസ്റ്റ് ആണെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ രണ്ടു പേർക്കും രണ്ട് നീതിയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരിക്കലും അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. 100% ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ DYFI SFI എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ക്രിമിനൽ സംഘമായി വരിക. എൻ്റെ സുനിലിനോട് ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലാതെ വേറെ ഒരു പണിയില്ലാതെ വന്നിരിക്കുക. സമാധാനപരമായിട്ടൊരു ക്യാമ്പസ് പോലും പ്രവർത്തിക്കാൻ മേലാത്ത അവസ്ഥയിലാണ്. അവിടെ സമാധാനപരമായ ഒരാൾക്ക് ഒരു സംഘടനാ പ്രവർത്തനം നടത്താൻ മറ്റ് സംഘടനകൾക്ക് കഴിയാത്ത അവസ്ഥയാണ്. എത്രയോ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നത്, എത്ര സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. പോലീസ് ഇതാണോ ബാക്കിയുള്ളവരോട് ചെയ്യുന്നത്? പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയാം, ഒരാഴ്ച മുമ്പ് കോട്ടയത്ത് പറഞ്ഞോളൂ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് ഞാൻ പറഞ്ഞു, അവിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അവിടെ DYFIക്കാർ കടന്നാക്രമിച്ച് പോലീസ് സ്റ്റേഷനിൽ അവിടെ പള്ളിയിൽ അഭയം തേടിയ ഒരു പെൺകുട്ടിയെ അവരുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാർച്ച് നടന്നു. ആ മാർച്ചിൽ ഒരക്രമവും ഉണ്ടായില്ല. പക്ഷേ അവിടെ റോഡ് 10 മിനിറ്റ് നേരത്തേക്ക് തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു DYSP, ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞ അയാൾ ഇറങ്ങി വന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളെ അടിച്ചു എന്ന് മാത്രമല്ല, അന്ന് രാത്രി മുഴുവൻ ആളുകളുടെ വീട്ടിൽ റെയ്ഡാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി മുന്നായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ വളരെ സമാധാനപരമായ, ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ളൊരു സ്ഥലത്തൊരു അക്രമം പോയിട്ട് ഒരു തരത്തിലും നടക്കില്ല, സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ വീടുകളിൽ കിടന്നുറങ്ങാൻ സമ്മതിച്ചിട്ടില്ല അവിടുത്തെ ഒരു DYSPയും കൂട്ടു നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് യാതൊരു അന്വേഷണവുമില്ല, പോലീസുകാരെ വളഞ്ഞിട്ടടിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. ഇതാണ് കാര്യങ്ങൾ. മനോവീര്യം തകർക്കാൻ പറ്റില്ല എന്ന നിലപാട് സർക്കാർ എടുക്കും, മറിച്ചുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയും.